ഹലോ ഗൈസ്, കുറച്ച് അധിക ദിവസമായി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. എന്തായാലും നമ്മളിപ്പോൾ ഉള്ളത് കോഴിക്കോട് ബീച്ചിലാണ് കേട്ടോ. 3:30 ടൈമിലാണോ ഞങ്ങൾ എത്തി. അതുകൊണ്ട് തന്നെ കൊടും വെയിൽ കാരണം ഈ മരത്തിന്റെ ചോട്ടയിൽ നിന്ന് കുറെ ആൾക്കാരുടെ സ്ഥിതിക്ക് നമ്മൾ ഒരു കമ്പനി കൊടുക്കും. മരത്തണലിൽ നിന്നിട്ട് പോലും നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഇവരൊക്കെ അവസ്ഥ എന്തായിരിക്കണം? ഇത്രയും വെയിൽ കൊണ്ട് സഹിച്ചു നിൽക്കണം ഇവരെ സമ്മതിക്കണം. നമ്മൾ നിന്ന ഭാഗത്ത് തണലുണ്ടെങ്കിലും അടുത്ത് ഇതായതുകൊണ്ട് കൂടുതൽ നേരം നമുക്ക് നിൽക്കാൻ പറ്റും. പിന്നെ ഈ ചായ കുടിച്ചിട്ടാവാൻ ബാക്കി വരും. ചായ കുടിക്കാൻ പോയതുകൊണ്ട് ഇങ്ങനെ ഒരു ബസ് കാണാൻ ഞാൻ എന്തായാലും ഇത് ആദ്യമായിട്ടാ കാണുന്നത്. അങ്ങനെ നമ്മൾ ഒരു ചായയും പിന്നെ ഒരു ചെമ്മി പൊറിച്ചൊരു സംഭവം എന്താ പറയാ, എന്തായാലും നമുക്ക് ഇഷ്ടം. ഇതിനൊക്കെ ശേഷം ഒരു പൈനാപ്പിൾ ഇങ്ങനൊക്കെ കഴിച്ചിട്ട് ഇതിന്റെ വേസ്റ്റ് അവിടെ ഇവിടെ ഇടാതെ ഇങ്ങനെയുള്ള നല്ല പ്രവൃത്തികളൊക്കെ ചെയ്യും. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ബീച്ചിൽ ഇറങ്ങിട്ടോ. ഇനിയിപ്പോ കുറച്ചു നേരം കുതിരനെ തർക്കിച്ച് നോക്കി നിൽക്കാം. ഈ ടൈമിലാണ് ഇങ്ങനെ ഒരു ഗെയിം കണ്ണിപ്പെട്ടത്. ഫുൾ ആയിട്ട് കൈകൊണ്ട് പിടിക്കുന്ന ആൾക്ക് 500 രൂപ ആണ് കേട്ടോ. ഇവർ അറിഞ്ഞ ഒരു 500 ആദ്യം എനിക്ക് കിട്ടട്ടെ എന്ന് വിചാരിച്ച് മൂപ്പരെ ഗെയിം സ്റ്റാർട്ട് ആക്കി. അവിടെ നിന്ന് കുറച്ച് പേർക്ക് ഇത് കണ്ട് ചിരിച്ചിട്ട് എന്താ അപ്പൊ കഥല്ലേ. ഇതൊക്കെ കണ്ട് നിന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കാൻ പോയി. അപ്പോഴാണ് വേറൊരു ഇങ്ങനെയുള്ള ശില്പങ്ങളൊക്കെ കണ്ടിട്ട് പഠിച്ചാലെന്നാണ് ഇവര് പറയുന്നത്. ഇതിന്റെ തെറ്റ് വരുത്തുമ്പോഴാണ് നമ്മുടെ കോഴിക്കോട് ബീച്ച് ഇത്രയും വ്യക്തമായിട്ട് ഇരുന്ന് ആസ്വദിക്കുന്ന ഒരാളെ കണ്ടത്. അത് നൈസായി. ഇനിയിപ്പോ സൂര്യാസ്തമയം കണ്ടിട്ടാവും ബാക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഉമ്മന്റെ കൈ പിടിച്ച് കുറച്ച് മുന്നോട്ട് അങ്ങോട്ട് നടന്നു. അപ്പോഴാ ഉമ്മന്റെ ഒരു ഡയലോഗ് കണ്ട് കറക്റ്റ് നിൽക്കുമ്പോഴാണ് നമ്മളെ ബ്രദർ കാണാൻ വന്നത്. ഇഷ്ടമുള്ള കഴിച്ചെന്ന് പറഞ്ഞപ്പോ നമ്മൾ നേരെ മിന്നണ കടയ്ക്ക് അങ്ങോട്ട് പോയി. ആദ്യം മേടിച്ചത് കുഴപ്പമില്ലാതെ കഴിച്ചു. പക്ഷെ രണ്ടാമത്തത് കാണുന്ന ഭംഗി മാത്രം അല്ലറ ചില്ലറ ഇങ്ങനെ കഴിച്ചതുകൊണ്ട് വേറെ ഒന്നും കഴിക്കാനുള്ള മൂടേ ഉണ്ടായി. അങ്ങനെ നമ്മൾ മൈസ്റ്റായിട്ടായപ്പോ നമ്മൾ അവിടുന്ന് സ്റ്റാർട്ട് ആയി. അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ ഒരു പച്ചപ്പ് നിറങ്ങിയ ഹോട്ടലിലും കയറി നൈസായി ഫുഡും കഴിച്ച് നേരെ വീട്ടിൽ കിട്ടും. ഓക്കെ ബൈ.